and welcome to IELTS preparation by Sort Edu. This is Alvin, and in today's session we will start our discussion on how to write a multiple graphs essay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് ടാസ്ക് 1-ലെ ആദ്യത്തെ 6 ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു മൾട്ടിപ്പിൾ ഗ്രാഫ് എസ്സേ എങ്ങനെ എഴുതാം എന്നായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഇതൊരു അനാലിസിസ് വീഡിയോ ആയിരിക്കും ഈ ഒരു സെഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഒരു മൾട്ടിപ്പിൾ ഗ്രാഫ് എസ്സേ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്താണ് ഇതെന്നുള്ളത് നമ്മൾ ടാസ്ക് 2-ൽ നമ്മൾ കണ്ടു. ഡബിൾ ക്വസ്റ്റ്യൻ എസ്സേ, അതായത് അതിന് മുൻപ് നമ്മൾ പഠിച്ച ഒരു 5 ടൈപ്സിന്റെ ഒക്കെ ഒരു കമ്പൈൻഡ് വേർഷനാണ് ഡബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതേപോലെ ഒരു മൾട്ടിപ്പിൾ ഗ്രാഫ് എസ്സേയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും ഒരു സെയിം കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ഇതിന് തൊട്ട് മുൻപ് പഠിച്ച 6 ടൈപ്സ്, ഓക്കെ, ഈ 6 ടൈപ്സിന്റെ ഒരു മെർജ് ആയിരിക്കും ഇവിടുത്തെ ഒരു മൾട്ടിപ്പിൾ ഗ്രാഫ് എസ്സേ. സെയിം കാണാം. ബേസിക്കലി ഇവിടെ നമുക്ക് വരുന്ന ഒരു 4 ടൈപ്സ് ഇതൊക്കെയാണ്: ബാർ ചാർട്ട്, ലൈൻ ഗ്രാഫ്, പൈ ചാർട്ട്, ടേബിൾ ചാർട്ട്. ഓക്കെ, ഈ ഒരു 4 സെറ്റിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ മൾട്ടിപ്പിൾ ഗ്രാഫ് എസ്സേയിൽ വരാം. നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഇതേ വരെ നമ്മൾ ഡിസ്കസ് നടത്തിക്കൊണ്ടിരുന്നതിൽ അതേ ഒരു ഫോർമാറ്റ് ആണ് ഇവിടെ. ഫസ്റ്റ് സ്റ്റെപ്പ് അനലൈസിംഗ് ദ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇവിടെയും ഫോർമാറ്റ് അതേ സെയിം ആണ്, എല്ലായിടത്തും കാണുന്ന അതേ ഫോർമാറ്റ് ആണ് ഇവിടെ നമ്മൾ കണ്ടത്. Then the second step, that is identifying the main features. Okay, what information do the two graphics give? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Then what are the units of measurements? Okay, ഇവിടെ എല്ലാ മെഷർമെന്റ്സും ബേസിക്കലി പെർസെന്റേജിലാണുള്ളത്. Then what can you learn from the title and any labels? നമ്മൾ ഓൾറെഡി അതൊക്കെ കണ്ടു. എന്തൊക്കെയാണ് ടൈറ്റിൽസ്, പൈ ചാർട്ടിന്റെ ടേബിളിനെ നമ്മൾ നോക്കി, ലേബൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഓക്കെ, then what's the most obvious trend? Okay, അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. ആൻഡ് വാട്ട് ആർ എനി നോട്ടബിൾ സിമിലാരിറ്റീസ്. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ബാക്കിയുള്ളത് നമുക്ക് കാണാം. വാട്ട് മെയിൻ ഫീച്ചേഴ്സ് സ്റ്റാൻഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇവിടെ 2 ഗ്രാഫിക്സ് ഉണ്ട്. ഓക്കെ, ഓരോന്നിലും എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് എടുത്തിരിക്കുന്നത് നോക്കാം. പൈ ചാർട്ട്, ആ ഒരു പൈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പൈ ചാർട്ടിലെ ഡിസ്കഷനിൽ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. ആ ഒരു പൈ ചാർട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ബേസിക്കലി നോക്കേണ്ടതെന്നുള്ളത്. ഏറ്റവും കൂടുതൽ കോമ്പോസിഷൻ ആണ് എപ്പോഴും നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ദെൻ മിനിമം കോമ്പോസിഷൻ നോട്ടീസിബിൾ ആണെങ്കിൽ അതും നമുക്ക് നോക്കാം. പിന്നെ ആ ഓരോ ഗ്രാഫിക്സ് അനുസരിച്ച് മാറും. ബേസിക്കലി ഇവിടെ ഈ ഒരു പൈ ചാർട്ടിൽ ഏറ്റവും നോട്ടീസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദ ബിഗസ്റ്റ് കോസ് ഓഫ് ലാൻഡ് ഡിഗ്രേഷൻ, അതേതാണ് ഓർഗനൈസിംഗ് ആണ്. ദെൻ ടേബിളിന്റെ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും യൂറോപ്പ് ഹാഡ് ദ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് ഡിഗ്രേഡഡ് ലാൻഡ്. അതാണ് ഇവിടെ ഏറ്റവും എടുത്തു നിൽക്കുന്ന ഒരു കാര്യം. യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓഷ്യാനിയ, അതിൽ നോക്കുമ്പോൾ യൂറോപ്പിലാണ് 23%, ടോട്ടൽ ലാൻഡിന്റെ 23% ഡിഗ്രേഡഡ് ആണ്. ദെൻ ഓഷ്യാനിയയിലും നോർത്ത് അമേരിക്കയിലും റെസ്പെക്റ്റീവ്ലി 13 and 5% ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടേബിളിൽ ഏറ്റവും എടുത്തു നിൽക്കുന്ന കാര്യം ഈ യൂറോപ്പിന്റെ ഒരു ഡിഗ്രേഷൻ ആണ്. അപ്പൊ ഇതാണ് ഈ ഓരോ ഗ്രാഫിക്കിലെയും ഓരോ മെയിൻ ഫീച്ചറായിട്ട് നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡിസ്കഷൻ മുൻപോട്ട് പോവുക. ദെൻ നമ്മുടെ മോഡൽ സ്ട്രക്ചർ, ദാറ്റ് ഈസ് 4 പാരഗ്രാഫ് സ്ട്രക്ചർ ആണ്. ഇതുവരെ ഫോളോ ചെയ്ത സെയിം പാറ്റേൺ, ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ബോഡി പാരഗ്രാഫ് 1 ആൻഡ് ബോഡി പാരഗ്രാഫ് 2. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ കവർ ചെയ്തത്. എന്തൊക്കെയാണ് ഇതിന്റെ കോമ്പോസിഷൻ എന്നും എങ്ങനെയൊക്കെയാണ് ഇതിന്റെ അപ്രോച്ച് എന്നുമാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഒരു ഫർദർ ഡിസ്കഷൻസ്, ദാറ്റ് ഈസ് ഓരോ പാരഗ്രാഫ്സ് എങ്ങനെ എഴുതാമെന്ന് വരും സെഷനുകളിൽ നമുക്ക് നോക്കാം. താങ്ക് യു.